അടിച്ചാലും ഇടിച്ചാലും കടിച്ചാലും പൊട്ടാത്ത ഒരു അടിപൊളി വയനാടൻ പലഹാരമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. തലമുറകളായിട്ട് കൈമാറി വന്ന വയനാടിൻ്റെ ഒരു തനത് രുചിക്കൂട്ടാണ് കേട്ടോ ഇത്. വയനാട്ടിൽ പണ്ട് പുതിയാപ്പിള സൽക്കാരത്തിന് വെക്കുന്നതാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് ഉറപ്പുള്ള ഒരു സാധനം ആയതുകൊണ്ട് തന്നെ പുതിയാപ്പിള ചെക്കിൻ്റെ ഭാഗത്തുള്ളവർക്ക് ഇത് കടിച്ചൊന്നും പൊട്ടിക്കാൻ പറ്റൂല. അപ്പം ഇത് പൊട്ടിക്കുന്നവരാരാണോ അവരാണ് മല്ലന്മാർ. അങ്ങനെയൊക്കെയുള്ള ഒരു പഴമക്കഥയൊക്കെ ഉപ്പ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ അരി വെച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ സാധാ പച്ചരി ഇല്ലേ, പച്ചരി വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞങ്ങളിവിടെ ഒരുപാട് വലിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചൊക്കെ ഉണ്ടാക്കിയാൽ മതി. ഒരു കിലോൻ്റെ അടുത്ത് പച്ചരി കുതിർത്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത്. അതായത് ഒരു 5-8 മണിക്കൂർ പച്ചരി കുതിർത്ത് വെക്കുക, പിറ്റേന്നേക്ക് അരിച്ചെടുക്കുക. നമ്മുടെ ദോശക്കൊക്കെ ചെയ്തെടുക്കൂലേ അത്രേ ഉണ്ടായിരിക്കണം കേട്ടോ. സൈഡിലുള്ളത് നോക്കണ്ട, നമ്മൾ ഏർലി മോർണിംഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചായ കുടിക്കുന്ന വെത്തപ്പാടും അതിൻ്റെ ഇടയിൽ കൂടെ കാണുന്നുണ്ട്. അപ്പോൾ 1 കിലോൻ്റെ മുകളിലുള്ള പച്ചരി ഉണ്ട്. അത് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് വെള്ളം പോലെ ആക്കിയെടുക്കണം. നല്ല ലൂസായിട്ട് നമ്മൾ നീർദോശക്കൊക്കെ ചെയ്തെടുക്കൂലേ അതുപോലെ ആക്കിയെടുത്തിട്ട് അതിങ്ങനെ അടുപ്പ് കത്തിച്ച് ആ പൊടി വേവിച്ച് വറ്റിച്ചെടുക്കണം. നല്ല വെള്ളം ഉണ്ടായിരിക്കണം. എന്നിട്ട് നന്നായിട്ട് ഇത് വേവണം കേട്ടോ. അങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. നമ്മളിവിടെ പുറത്ത് അടുപ്പ് കൂട്ടിയിട്ട് ഉണ്ടാക്കുകയാണ്. ഇതൊരു 1.5 കിലോ പച്ചരീൻ്റെ മുകളിലുണ്ടാവും. നല്ല വലിയ ഉരുളിയിലൊക്കെയാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് വെള്ളം വറ്റും വരെ ഇതിങ്ങനെ ഒരു കൈൽക്കണ വെച്ചിട്ട് ഇളക്കി എടുക്കണം. അതിനിടയ്ക്ക് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇതുവരെ ഇളക്കിയത് എൻ്റെ ഉമ്മയായിരുന്നു, ഇപ്പോൾ ഇളക്കുന്നത് ഉപ്പയാണ്. അതുകൊണ്ട് തന്നെ തീ കൂട്ടി വെച്ച് പെട്ടെന്ന് തന്നെ ആക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ബഹളവും അടിയൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഉമ്മ അതിലേക്ക് ഒന്നും കൂടി ചൂട് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഇതാ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. തീ കൂട്ടി വെച്ച് പെട്ടെന്ന് വേവിച്ചെടുക്കരുത്. അതായത് തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് വെന്ത് ആയി വരില്ല എന്നാണ് ഉമ്മ വേവ് നോക്കുന്നത്. ഇങ്ങനെ കേട്ടോ, പച്ചവെള്ളം കൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് കയ്യിൽ ഒട്ടി വരുന്നില്ല എന്നാണ്. അപ്പം ആദ്യം അങ്ങനെ ഒട്ടി വരുന്നിരുന്നു. വെള്ളം പെട്ടെന്ന് വറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ അടി അതിവരെ സാധാരണ ആണ് കേട്ടോ. ഒട്ടി വന്നതുകൊണ്ട് തന്നെ ഇത് പാകമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി ഇളക്കുകയാണ്. അതായത് നന്നായിട്ട് വെന്ത് വരണം. എന്നിട്ട് വെള്ളം ഇങ്ങനെ കയ്യിലാക്കിയിട്ട് തൊടുമ്പോൾ ഒട്ടാൻ പാടില്ല. അപ്പോൾ ഇത് ഒട്ടിയതുകൊണ്ട് തന്നെ കുറച്ച് നേരം കൂടി ഇളക്കി വേവിച്ചെടുക്കുക. വലിയ തീ ഇല്ലാതെ വേണം ചെയ്തെടുക്കാൻ. നമ്മൾ നോർമലി ദോശമാവില്ലേ, ആ ദോശമാവ് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇത് ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. കുറച്ചാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ആവുകയും ചെയ്യും. പിന്നെ നമ്മളിവിടെ ഒരുപാടാണ് പൊതുവെ ചെയ്തെടുക്കാറുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മളുടെ ഈ പ്രോസസ്സിങ് റെഡി ആയിട്ടുണ്ട്. അതായത് ഇത് കയ്യിലൊട്ടി പിടിക്കുന്നില്ല, സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുക കേട്ടോ ചെയ്യേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി എവിടെയെങ്കിലും ആവാത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ. പിന്നെ ഒരു കാര്യം മറന്നുപോയി, ഇതിൽ ഉപ്പിടണം കേട്ടോ. ഇത് ചെയ്യുന്ന സമയത്ത് ഉപ്പിട്ടിരുന്നു, അതെനിക്ക് ആദ്യം വീഡിയോയിൽ പറയാൻ മറന്നുപോയതാണ്. പിന്നെ അത് ഇത് ഈ ചൂടോടെ തന്നെ നമ്മൾ ഊന്നിയിലേക്ക് ആക്കുകയാണ്. അതായത് നമ്മുടെ ഈ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചുണ്ടല്ലോ, അതായത് നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്നത് ആ അച്ചിലേക്ക് ചൂടോടെ ഇടാം കേട്ടോ. ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതാണ്. ആദ്യം ഇങ്ങനെ ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു പായൊക്കെ വിരിച്ച് സെറ്റ് ചെയ്തതാണ്. ഇത് നമുക്ക് ആ പായിലേക്കാണ് ഊന്നിയെടുക്കേണ്ടത്. എന്നിട്ട് നമുക്കിത് വെയിലത്ത് വെച്ചിട്ടാണ് ഉണക്കേണ്ടത്. അപ്പോൾ അത് 2 എണ്ണമായിട്ടാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. 2 പായി നിറച്ചിട്ടോ, അത്രയും ഉണ്ടാവും. 1.5 കിലോ അരിൻ്റെതാണല്ലോ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ ഇങ്ങനെ ഊന്നി കൊടുക്കുക. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നില്ലേ അതേ സെയിം പ്രോസസ്സ് തന്നെ കേട്ടോ. നമ്മൾ ഈ പായൽ നിറച്ചും നമ്മൾ ചെയ്തെടുക്കണം. പണ്ട് ഇത് മരം കൊണ്ട് ആയിരുന്നു ഇത്ര ഉണ്ടാക്കുക. എന്നിട്ട് ഇങ്ങനെ അടിയിൽ ഊന്നി ഇങ്ങനെ വരുമ്പോഴത്തേനും അത് എടുക്കുന്നു. അപ്പോൾ ഉമ്മ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഉപ്പ പറഞ്ഞ് ഞാൻ നല്ല കറക്റ്റായിട്ട് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ഉപ്പ ഇരുന്ന് കോളാക്കുന്നതാണ് കേട്ടോ. ഉമ്മ എന്ത് ചെയ്താലും ഉപ്പ സഹായിക്കാൻ വരും. പിന്നെ ഉപ്പ ചെയ്താൽ കൊളാവും, പിന്നെ അതിനുള്ള വഴക്കാണ്. ആ നല്ല വൃത്തിയിലുള്ളതൊക്കെ ഉമ്മ ചെയ്തതും ആ കോലം കെട്ടിയെടുക്കുന്നതൊക്കെ ഉപ്പ ചെയ്തതും. ഉപ്പാക്ക് ഇതൊന്നും ചെയ്ത് വലിയ ശീലമില്ലല്ലോ, ജസ്റ്റ് വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഉമ്മനെ സഹായിച്ചതാണ്. അപ്പോൾ ഇതാ ഒരു പായ നിറച്ചും ചെയ്ത് വെച്ചിട്ടുണ്ട്, 2ാമത്തെ പായും ഫുള്ളായിട്ടുണ്ട്. ഇതാട്ടോ ഇതിൻ്റെ ക്ലോസർ ഷോട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ. ഈ ഒരു രൂപത്തിലുണ്ടാവും. നമ്മുടെ നോർമൽ ഇടിയൂന്നില്ലേ, അതായത് നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ. ഇതിൻ്റെ പേര് ഇടിയൂന്നി എന്നാണ്
കേട്ടോ. ഇതിതാ നന്നായിട്ട് വെയിൽ കൊണ്ടിട്ട് ഉണങ്ങിയെടുക്കണം. ഉണങ്ങുന്ന സമയത്ത് ഉമ്മ ഇങ്ങനെ നുള്ളി നുള്ളി ഇടുന്ന വേർപ്പെടുത്തി ഇടുന്നതാണ്. കട്ട പിടിച്ച് കിടക്കരുതല്ലോ. അപ്പോൾ നല്ല വെയിലുള്ളൊരു ദിവസം ആയതുകൊണ്ട് തന്നെ ഇതാ ഇങ്ങനെ വിടർത്തി എടുത്തിട്ട് ഇപ്പം തന്നെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ എന്താ സ്ഥിതി എന്നൊക്കെ വന്ന് നോക്കിയത്. അപ്പോൾ സമയത്ത് ഇതാ ഇങ്ങനെ ഉണങ്ങി കാണുന്നുണ്ട്. ഉമ്മാണെങ്കിൽ വെയിൽ കൊണ്ട് ഇതിങ്ങനെ വിടിയിപ്പിച്ച് എടുത്തുകൊണ്ട് നിൽക്കുക കേട്ടോ. നല്ല വെയിലുള്ളത് കൊണ്ട് ഇതാ 2 ദിവസം ആയപ്പോഴത്തേനും ഇതാ ഉണങ്ങി ഇത്രയ്ക്ക് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ പായ നിറച്ചിട്ടതാണ്, പക്ഷേ അത് ഉണങ്ങിയിട്ട് ഇതാ ഇത്ര കുറച്ചായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇടിയൂന്നീസ് പറഞ്ഞ സാധനം. ഇത് ഇനി നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. അത് നല്ല മുരുമുരീന്നായിട്ടുണ്ട്. ഇതിന് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ട് നമുക്കിങ്ങനെ പൊരിച്ചെടുക്കാം. ഈ ഇടിയൂന്നി വെച്ചിട്ട് നമ്മൾ 3-4 ടൈപ്പ് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കും. അതിൽ നമ്മൾ ബെസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു പലഹാരം. ഇത് മെയിനായിട്ട് നമ്മളിത് പൊരിച്ചെടുക്കുകയാണ്. അധികം പൊരിച്ചെടുത്തിട്ട് തന്നെയാണ് ചെയ്യുക. പക്ഷേ ഇങ്ങനെ ശർക്കരയൊക്കെ ഉരുക്കി ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മളിന്ന് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കാണ്ട് വേറെ രീതികളുണ്ട്. അത് നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. അപ്പോൾ അതാ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചാണ് ചെയ്യുന്നത്, ഒരുപാട് പിന്നെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കുന്നുണ്ട്. ഉരുക്കിയെടുത്തത് ഇതിനെ പാവാക്കി എടുക്കുക. അതായത് ഈ ഒരു നൂൽ പരിവാക്കി എടുക്കുക എന്ന് പറയൂലേ, ആ ഒരു രൂപത്തിലാണ് കേട്ടോ നമ്മുടെ ശർക്കര ഉരുക്കിയത് വേണ്ടത്. നന്നായിട്ട് ഉരുകി ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരണം. അപ്പം നമ്മുടെ ശർക്കര ഇവിടെ ഒരു നൂൽ പരിവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഇടിയൂനിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം ഇത് ഉണ്ടാക്കിയെടുക്കണം. ഞങ്ങൾ ഈ പരിപാടി ചെയ്യുന്നത് രാത്രിയാണ്. പിന്നെ ടോർച്ചൊക്കെ അടിച്ച് സെറ്റാക്കി എടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് കറണ്ടും പോയി, അതുകൊണ്ടാട്ടോ കുറച്ച് പ്രശ്നം വന്നത്. പിന്നെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഈ ശർക്കര ആക്കുക. എന്നിട്ട് ഈ ചൂടോടെ തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. നമുക്ക് ചൂടായിട്ട് ഇങ്ങനെ വിട്ട് പോകുന്നതാണ്. കാരണം നല്ല ചൂടാണല്ലോ, ഈ ശർക്കരൻ്റെ ചൂടാണ് കേട്ടോ അത്. നമ്മുടെ ഇടിയൂനി പെട്ടെന്ന് തണുത്തിട്ടുണ്ട്, പക്ഷേ ശർക്കരൻ്റെ ചൂടാണ്. എന്നിട്ട് നമ്മളിതിങ്ങനെ മിക്സാക്കി ബോളാക്കിയിട്ട് എടുക്കണം കേട്ടോ. കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ്. കുറച്ചല്ല, അത്യാവശ്യം നല്ല റിസ്ക് ഉണ്ട്. എന്നാലും പണ്ടുള്ള കാലത്ത് ഇതൊക്കെ ആയിരുന്നു ഇവിടെ പലഹാരങ്ങളായിട്ടുണ്ടായത്. ഇത് വയനാടിൻ്റെ തനതായിട്ടുള്ള ഒരു പലഹാര വിഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് മിക്സാക്കി ബോളാക്കി എടുക്കാം. അത് ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ ശർക്കരൻ്റെ കുറച്ച് കുറവായിട്ടാണ്. കുറച്ചും കൂടി ശർക്കര ചേർത്തിട്ട് ശർക്കര ഉരുക്കിയത് ചേർത്തിട്ട് മിക്സാക്കുന്ന സമയത്ത് ആയി കിട്ടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ബോളാക്കി എടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് കൈ ഇങ്ങനെ പച്ചവെള്ളത്തിൽ നനച്ചെടുക്കുന്നുണ്ട്, കാരണം ചൂടല്ലേ. അപ്പോൾ ഇതിങ്ങനെ ബോളായി കിട്ടിയിട്ടുണ്ട്. ഇതിന് സെറ്റായിട്ടില്ല, കുറച്ച് നേരം കൂടി വെച്ചപ്പോൾ നല്ല അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ എടുത്തൊരാളെ അടിച്ചാലും ഇടിച്ചാലും എറിഞ്ഞാലും പെട്ടെന്നൊന്നും പൊട്ടി കിട്ടൂല കേട്ടോ. അപ്പം നമ്മുടെ ഇടിയൂനി ഉണ്ട അല്ലെങ്കിൽ ഇടിയൂനി ഉരുട്ട നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ഹാർഡായിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയപ്പോഴത്തേനും ഇങ്ങനെയുള്ള വെറൈറ്റി പലഹാരങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവരെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കൂ. ഇതുപോലത്തെ വെറൈറ്റി പലഹാരങ്ങൾ എൻ്റെ ചാനലിൽ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.